നൈസ് തിങ്കേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. തുടക്കക്കാർക്ക് ഹിന്ദി വായിക്കാൻ പഠിക്കാം എന്ന ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത്. 3 അക്ഷരങ്ങളുള്ള വാക്കുകൾ എങ്ങനെ വായിക്കാം എന്ന് കുട്ടികൾക്കായി പരിചയപ്പെടുത്തുന്നു. കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ മക്കളെ, ത, ര, ഹ അല്ലേ, 3 അക്ഷരങ്ങൾ. ത, ര, ഹ. ഇത് ചേരുമ്പോൾ എന്ത് വായിക്കും? തരഹ്. എന്താണ്? തരഹ്. ഹായ അസ നമ്മൾ ചന്ദ്രക്കരയിട്ട് ഉച്ചരിക്കും. അപ്പോൾ തരഹ്. എന്താണ്? തരഹ്. അടുത്ത വാക്കൊന്ന് നോക്കിയാലോ? നോക്കാം. സു ബ ഹ്. ഹായ അല്ലേ? സു ബ ഹ. ചേർത്തെന്ത് പറയും? സുബഹ്. എന്താണ്? സുബഹ്. ബ ദ ല. ബ ദ ല. ചേർത്തെന്ത് പറയും? ബാദൽ. എന്താണ്? ബാദൽ. നോക്കൂ മക്കളെ, ഹി, ര, ന അല്ലേ? ഹായുടെ ഇടതുവശത്ത് ചിഹ്നം കണ്ടല്ലോ, അപ്പോൾ അതെന്ത് വായിക്കും? ഹി അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചിരുന്നു. ഹി. ര, ന. ചേർത്ത് എന്താ നമ്മൾ പറയുന്നത്? ഹിരൺ. എന്താണ്? ഹിരൺ. ക, ര, ണ. എന്ത് വായിക്കും? പറഞ്ഞേ. കാരൺ. കാരണ എന്നല്ല, കാരൺ. നായ്ക്ക് നമ്മൾ ചന്ദ്രക്കരയിട്ട് ഉച്ചരിക്കും അല്ലേ? കാരൺ. നോക്കൂ മക്കളെ, കാ, ലി, ക അല്ലേ? കാ എഴുതി ആ അടയാളിട്ടുണ്ട്, അപ്പോൾ കാ. ല എഴുതി ഇടതുവശത്ത് ഈ ചിഹ്നം, അപ്പോൾ ലി, ക. എന്ത് ചേർത്ത് വായിക്കും? ചേർത്ത് എങ്ങനെ വായിക്കും? കാലിക്. എന്താണ്? കാലിക്. വായിക്കാൻ പറ്റുന്നുണ്ടോ മക്കളെ? നിങ്ങൾക്ക് ശ്രമിക്കണം കേട്ടോ. ഇങ്ങനെ ശ്രമമാണ് എല്ലാത്തിൻ്റെയും ആധാരം. നോക്കൂ മക്കളെ, കാ, ലി, ക. 3 അക്ഷരം ചിഹ്നം ഉണ്ടല്ലേ? ഇതിനെന്ത് വായിക്കും? എന്താ വായിക്കുന്നത്? കാലിക. എന്താണ്? കാ, ലി, ക. കാലിക. നോക്കൂ മക്കളെ, കഴിഞ്ഞ നമ്മൾ വായിച്ച് പഠിച്ചത് അവസാനത്തെ അക്ഷരത്തിൽ യാതൊരു ചിഹ്നവും ഉണ്ടായിരുന്നില്ല അല്ലേ? കാലിക്, തരഹ്, സുബഹ്, ബാദൽ, ഹിരൺ, കാരൺ എന്നൊക്കെയാണ് പഠിച്ചത്. ഇവിടെ നോക്കിയോ, കാലിക. അതായത് അവസാനത്തെ അക്ഷരത്തിൽ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ വായിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നോക്കൂ മക്കളെ, ഖ, ര, ഹ. ഇതിന് നമ്മൾ ചേർത്ത് എങ്ങനെ വായിക്കും? ഖരഹ എന്നാണോ? അല്ല, പിന്നെയോ? ഖർഹ. സെൻറ്ററിലെ അക്ഷരത്തിന് ഇർ. ര എന്ന് പൂർണ്ണമായിട്ട് ഉച്ചരിക്കില്ല, ഇർ. ഖർഹ. കണ്ടോ? ഖർഹ. നമ്മൾ തുടർന്നുള്ള വാക്കുകൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഖർഹ. നോക്കൂ, ഗി, ന, ന. ഗി, ന, ന. എങ്ങനെ വായിക്കും? ഗിന്ന. ഗിന്ന. ഗിനന അല്ല, ഗിന്ന. കണ്ടല്ലോ? ഗിന്ന. അടുത്ത വാക്ക് നോക്കാം നമുക്ക്. നോക്കൂ, ച, ല, ന. ച, ല, ന. എങ്ങനെ വായിക്കും? പറഞ്ഞേ കേൾക്കട്ടെ. വെരി ഗുഡ്. എന്താണ്? ചൽന. എന്താണ്? ചൽന. അതെ, ചിലർ ചലന എന്ന് പറഞ്ഞു. സാരമില്ല, സെൻറ്ററിലെ അക്ഷരത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് ഉച്ചരിക്കണ്ട. ചൽന. ഓക്കെ, അടുത്ത പ്രാവശ്യം കറക്റ്റ് ആവും കേട്ടോ. വെരി ഗുഡ്. എന്താണ്? ചൽന. നോക്കൂ മക്കളെ, രണ്ടാമത്തെ അക്ഷരത്തിൽ നമ്മൾ ഏതെങ്കിലും സ്വര ചിഹ്നം ചേർത്തിരുന്നുവെങ്കിൽ ആ ചിഹ്നം ചേർത്ത് തന്നെ വായിച്ചേനെ.
ഉദാഹരണം നോക്കിക്കോളൂ. നോക്കൂ, ച ല ന. അപ്പോൾ ചലന എന്നാണോ വായിക്കുന്നത്? അല്ല. കാര്യം രണ്ടാമത്തെ അക്ഷരത്തിനോടൊപ്പം ആ അടയാളമുണ്ട് അല്ലേ, ആ ചിഹ്നമുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ വായിക്കും? ചലാന. എങ്ങനെ വായിക്കും? ചലാന. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വാക്ക് നോക്കിയാലോ? നോക്കൂ മക്കളെ, ഗി ര ന. എങ്ങനെ വായിക്കും? ഗിർന. എന്താണ്? ഗിർന. കണ്ടോ? ഗിർന. കാരണം രണ്ടാമത്തെ അക്ഷരത്തിൽ നമ്മൾ ഒരു സ്വരചിഹ്നവും ചേർത്തിട്ടില്ല അല്ലേ, അതുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് ഉച്ചരിക്കില്ല. അപ്പോൾ ഗിർന. കണ്ടല്ലോ? നോക്കൂ മക്കളെ, ഗി ര ന. കണ്ടോ? രണ്ടാമത്തെ അക്ഷരത്തിനോടൊപ്പം ആ ചിഹ്നം നമ്മൾ ചേർത്തിട്ടുണ്ടല്ലേ, രായോടൊപ്പം ആ ചിഹ്നം ചേർത്തപ്പോൾ രാ എന്നായി. അപ്പോൾ ഗി ര ന ചേർത്ത് എങ്ങനെ പറയും? ഗിരാന. എന്താണ്? ഗിരാന. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയണ്ടേ? നമുക്ക് ചില വാക്കുകൾ വായിച്ചു നോക്കിയാലോ? നിങ്ങൾ തയ്യാറല്ലേ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചില വാക്കുകൾ നൽകാം. നോക്കൂ മക്കളെ, എന്താ ഇത്? വായിച്ചേ. വായിക്കാൻ ശ്രമിക്കൂ. ഗുഡ്. കാട്ന അല്ലേ, ഡായാണ് സെൻറ്ററിൽ. അപ്പോൾ കാട്ന. വെരി ഗുഡ്. ഈ വാക്ക് വായിച്ചേ. എന്താണ്? നവേലി. ഗുഡ്. വായുടെ മുകളിൽ എ അടയാളമാണ് അല്ലേ, അപ്പോൾ വേ എന്ന് വായിക്കും. ലായുടെ വലതുവശത്ത് ഈ അടയാളമാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ ലീ എന്ന് വായിക്കും. അപ്പോൾ നവേലി. ഓക്കെ. എന്താണ്? നവേലി. ഇത് വായിച്ചേ. ലഡ്ക. കണ്ടോ? എന്താണ്? ലഡ്ക. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇനി അടുത്ത് നോക്കാം. വായിക്കൂ മക്കളെ. ചാവൽ അല്ലേ. എന്താണ്? ചാവല ചേർത്ത് വായിക്കുമ്പോൾ ചാവൽ. വായിച്ചേ. ലേക്കിൻ. ലേക്കിൻ. ലായുടെ മുകളിൽ എ അടയാളമുണ്ട്, അപ്പോൾ ലേ. കായുടെ ഇടതുവശത്തായിട്ട് ഈ അടയാളം, അപ്പോൾ കി. പിന്നെ ന ചേർത്ത് വായിക്കുമ്പോൾ ലേക്കിൻ. കണ്ടല്ലോ? ലേക്കിന എന്നല്ല, ലേക്കിൻ. ഓക്കെ. നോക്കൂ. ലഡ്കി. എന്താണ്? ലഡ്കി. അപ്പോൾ നമുക്ക് ഈ വാക്കുകൾ ഒരിക്കൽ കൂടി വായിച്ചാലോ? വായിക്കാം. അപ്പോൾ ഇതൊന്ന് വായിച്ചേ. ചാവൽ. എന്താണ്? ചാവൽ. അപ്പോൾ ഇതൊന്ന് വായിച്ചേ. വെരി ഗുഡ്. എന്താണ്? ലഡ്കി അല്ലേ, ലഡ്കി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് വായിച്ചേ. യെസ്, വെരി ഗുഡ്. ലേക്കിൻ അല്ലേ. ഓക്കെ. അപ്പോൾ ഈ വാക്ക് വായിച്ചേ. ആപ്ക. എന്താണ്? ആപ്ക. പാലൻ. എന്താണ്? പാലൻ. കർണ. എന്താണ്? കർണ. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ മക്കളെ? അപ്പോൾ എന്താണിത്? കർണ. ഹമാരി. ഹമാരി. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഈ വാക്കുകൾ വായിച്ചാലോ? തയ്യാറല്ലേ? നോക്കൂ, ഇതെന്താണ്? ആപ്ക. എന്താണ്? ആപ്ക. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് വായിച്ചേ. ഏതാണ്? നോക്കൂ. ഹമാരി. ഏതാണ്? ഹമാരി. അപ്പോൾ ഇത് വായിച്ചേ. പാലൻ അല്ലേ. ഓക്കെ, പാലൻ. ഇനി നമുക്ക് ഒരു വാക്കും കൂടിയാണ് വായിക്കാനുള്ളത് അല്ലേ, അതും നമുക്ക് വായിക്കാം. അപ്പോൾ അതും കൂടി വായിച്ചേ. എന്താ? കർണ. എന്താണ്? കർണ. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ശരി. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഹിന്ദി വാക്കുകൾ നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. നിങ്ങളെല്ലാ പേരും
വാക്കുകൾ വായിച്ച് നോക്കിയിട്ട് അഭിപ്രായം എന്നോട് പറയണം. നിങ്ങളെക്കൊണ്ട് വായിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ. എൻ്റെ കൊച്ചു കൂട്ടുകാർ പലരും ഈ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതിനോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. കാണും വരെ ബൈ ബൈ.